ഫാദർ തോമസ് ഷൈജു ചിറയിലച്ഛനാണ്. അച്ഛനാണ് ഈ ഒരു മായിത്തറ തിരുഹൃദയ ദേവാലയത്തിൻ്റെ വികാരിയച്ഛനാണ് കഴിഞ്ഞ 4 വർഷമായിട്ട്. ഒപ്പം ഗോഡ്സ് ഓൺ മിഷൻ അൺലിമിറ്റഡ് എന്ന ദൈവകരുണയുടെ ഭക്തിയെ പ്രചരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ദൈവകരുണയുടെ പ്രാധാന്യം നമ്മൾ നൽകുന്ന ഒരു മിനിസ്ട്രി അച്ഛൻ തന്നെ രൂപപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അച്ഛൻ നടത്തുന്നു. ഈ ഒരു ദൈവകരുണയുടെ തിരുനാളിൽ അച്ഛൻ്റെ മിഷനെ കുറിച്ചും ദൈവകരുണയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം അച്ഛൻ ഇപ്പോൾ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവകരുണയുടെ പ്രഘോഷണ ശുശ്രൂഷയുടെ ആരംഭമെന്ന് പറയുന്നത് ഞങ്ങളുടെ രൂപതയിൽ ഒരു ദേവാലയത്തിൽ നിന്ന് ദിവ്യകാരുണ്യം മോഷ്ടിക്കപ്പെട്ടതാണ്. അത് ദിവ്യകാരുണ്യ മോഷണത്തിന് മുന്നോടിയായിട്ട് എനിക്ക് പ്രാർത്ഥനയിൽ ചില സൂചനകൾ ലഭിക്കുകയും ദിവ്യകാരുണ്യ മോഷണം നടന്ന ദേവാലയത്തിൻ്റെ ഫ്രണ്ടിലൂടെ ആ സമയത്ത് ഞാൻ കടന്നു പോകുവാനായിട്ട് ഇടയാകുകയും ആ ദേവാലയത്തിലേക്ക് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അവിടെ ഭയങ്കരമായൊരു വിജനത അനുഭവപ്പെട്ടു. ഒരു ഞായറാഴ്ച എന്താണതെന്ന് നോക്കുവാനായിട്ട് എനിക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു മരിപ്പിന് പോയത് കാരണം എനിക്ക് സാധിച്ചില്ല. വൈകുന്നേരം തിരികെ വന്നപ്പോഴാണ് ആ ദേവാലയത്തിലെ ദിവ്യസക്രാരിയിൽ നിന്ന് ദിവ്യകാരുണ്യം മോഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള വിവരമറിയുന്നത്. ഹൃദയഭേദകമായിരുന്നു ആ വാർത്ത. ആയതിനെ തുടർന്ന് രൂപതാധ്യക്ഷൻ പ്രഖ്യാപിച്ച പരിഹാര ദിവ്യകാരുണ്യ ആരാധന ആ ദേവാലയത്തിൽ സമാരംഭിച്ചപ്പോൾ ഞാനും ആ ദേവാലയത്തിൽ പോയി പരിഹാര ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ എൻ്റെ ഉള്ളിലൊരു സ്വരം കേൾക്കുകയാണ്. ദിവ്യകാരുണ്യം മോഷ്ടിക്കപ്പെട്ടത് സക്രാരിയിൽ നിന്നാണ്, പക്ഷെ അതിനേക്കാൾ ഉപരി മനുഷ്യഹൃദയങ്ങളിൽ നിന്നാണ് ദിവ്യകാരുണ്യം മോഷ്ടിക്കപ്പെട്ടത്. ഏറെ വിശേഷിച്ച് നമ്മുടെ യുവതലമുറയുടെ ഹൃദയങ്ങളിൽ നിന്ന്. അത് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അനുവദിച്ച ഒരു സ്വരമായിരുന്നു. അതുകൊണ്ട് ദേവാലയത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ഈശോയെ കണ്ടെത്തുക എന്നതിനേക്കാൾ ഉപരി മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്ന, അല്ലെങ്കിൽ മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് അവരുടെ പാപാവസ്ഥ മൂലം ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ഈശോയ്ക്ക് വീണ്ടും മനുഷ്യഹൃദയങ്ങളിൽ ഇട കൊടുക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് അതിനെ തുടർന്നുള്ള പ്രാർത്ഥനകളിൽ വെളിപ്പെടുത്തിയൊരു ശുശ്രൂഷയാണ് ദൈവകരുണയുടെ പ്രഘോഷണ ശുശ്രൂഷ. ഇത് ഒരു ബഹുമാനപ്പെട്ട വിസിറ്റേഷൻ സന്യാസിനെ ഒരിക്കലൊരു ജപമാല കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, അച്ഛൻ കരുണക്കൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കണം, അത് അച്ഛനെ ഒത്തിരി അനുഗ്രഹം കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ കരുണക്കൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയതാണ്. പരിശുദ്ധാത്മാവിൻ്റെ അനന്ത കരുണയാൽ അനേകം ആത്മാക്കൾ ഈശോയുടെ കരുണ തേടി വരാൻ പാകത്തിന് ഈ ശുശ്രൂഷ ഇതുപോലെ വളർന്നിട്ടുള്ളത്. അതൊരു 10-15 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ചരിത്രമാണ്. ഈ ഗോഡ്സ് ഓൺ മിഷൻ അൺലിമിറ്റഡിൻ്റെ ഈ സന്ദേശയാത്ര, ഈ സുവിശേഷ പ്രഘോഷണ യാത്ര 15 വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ ഒരു ചരിത്രം തന്നെയുണ്ട്. ഇതൊരു മാനുഷിക ചരിത്രമല്ല, അത് ശക്തമായ ദൈവിക ഇടപെടലിൻ്റെ ഒരു ചരിത്രമാണ്. വിശേഷിച്ച് ആ വർഷത്തിന് ശേഷം ഞാൻ തുമ്പോളി സെൻറ് തോമസ് ഇടവകയിൽ കൊച്ചച്ഛനായിട്ട് നിയോഗിക്കപ്പെട്ടു. അവിടുത്തെ യുവജനങ്ങളെല്ലാം മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണമെന്നുള്ള വലിയ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം സ്വീകരിച്ച് 1500ഓളം കുടുംബങ്ങളുള്ള ആ ഇടവകയിലെ യുവജനങ്ങളെ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുവാനായിട്ടുള്ള ഒരു മാസത്തോളം നീണ്ടുനിന്ന പ്രാർത്ഥനയും പരിശ്രമവും അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തുന്ന വേളയിൽ അന്ന് ആ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുത്ത യുവജനങ്ങൾക്ക് നെറ്റിത്തട്ടത്തിൽ കെട്ടുവാനായിട്ട് ഗോഡ്സ് ഓൺ എന്നെഴുതിയ ഒരു റിബൺ എല്ലാവർക്കും കൊടുക്കുകയുണ്ടായി. അത് ധരിച്ചാണ് ഇവർ ഈ യാത്രയിൽ പങ്കെടുത്തത്. അതിനുശേഷം യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും കൂട്ടായ്മകളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നയിച്ചു കൊണ്ടുപോകുമ്പോൾ ഇതെന്ത് പ്രേക്ഷിത പ്രവർത്തനമാണ്, ഈ മിഷൻ ഒരു പേരില്ലേ എന്ന്
പല ഭാഗങ്ങളിൽ നിന്നും ചോദ്യം വന്നു. ഒരു പേരിടാനായിട്ട് താല്പര്യമില്ലായിരുന്നു, കാരണം ഒത്തിരി സംഘടനകളും സംവിധാനങ്ങളും ഉണ്ടല്ലോ. പക്ഷെ ശുശ്രൂഷകൾ പല രീതിയിൽ വളർന്നു വന്നപ്പോൾ ഒരു പേരിടേണ്ടത് അനിവാര്യമായിട്ട് വന്നു. അപ്പോഴാണ് എൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു യുവാവ് ഈ പേര് അല്പം ഗൗരവമുള്ളതായിട്ട് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഈ ശുശ്രൂഷയ്ക്ക് ഗോഡ്സ് ഓൺ മിഷൻ അൺലിമിറ്റഡ് എന്ന പേര് വന്നത്. ഈ അൺലിമിറ്റഡ് എന്ന പേര് വന്നതിൻ്റെ പിന്നിൽ ഈശോയുടെ അനന്തമായ കരുണയാണ്. ആ കരുണയുടെ ചൈതന്യം പരിശുദ്ധാത്മാവ് എല്ലാവർക്കും എന്നതുപോലെ എനിക്കും അനുവദിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ കരുണ ഈ ഭൂമിയിലെ അവസാനത്തെ ആത്മാവിനും എത്തിച്ചു കൊടുക്കുക, അതും യുവജനങ്ങളിലൂടെ ആ കരുണ ലോകം മുഴുവനും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അന്ന് മുതലേ ഉള്ളൊരു പ്രാർത്ഥനയായിരുന്നു. 1-2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ദൈവകരുണയുടെ ഒരു പതാക ഞങ്ങൾ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട രൂപത കത്തീഡ്രൽ ദേവാലയങ്ങളിൽ കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചൊരു ശുശ്രൂഷ ചെയ്തായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലം വർഷങ്ങൾക്കിപ്പുറം ഇന്ന് കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കേരളത്തിലെ 32 രൂപതകളിലെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന വിധത്തിൽ ഒരു മഹത്തായ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്താൻ പാകത്തിന് എന്ന് പറഞ്ഞെന്നാൽ ദൈവകരുണയുടെ പ്രഘോഷണവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുവാൻ പാകത്തിന് എല്ലാ രൂപതകളിൽ നിന്നും പ്രതിനിധികളും 3 റീത്തുകളിൽ നിന്നുള്ള ബിഷപ്പുമാരും പങ്കെടുക്കുന്ന വിധത്തിൽ ഈ ശുശ്രൂഷ ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ ഈ ശുശ്രൂഷയുടെ കാര്യത്തിൽ ഒത്തിരി സംഭാവനകൾ ചെയ്തിട്ടുള്ള ദിവീന മിസ്രിതിക്കൂർദിയ ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഒരു ദൈവകരുണയുടെ പ്രഘോഷണ ടീമിനെ വിസ്മരിക്കാൻ പറ്റൂല. അവരിലുണ്ടായ ആത്മീയ പ്രചോദനം എന്നെ തേടി വരുവാനായിട്ട് ഇടയാവുകയും ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിൽ വെളിപ്പെടുത്തുന്നത് പോലെ മുന്നോട്ട് പോകാമെന്നുള്ള ആശയധാരണയിൽ പിരിഞ്ഞു. പ്രാർത്ഥനയിൽ ഒരുമിച്ച് പോകണമെന്നുള്ള നിർദ്ദേശം ലഭിച്ചു. അങ്ങനെ ദിവീന മിസ്രിതിക്കൂർദിയ ഇൻ്റർനാഷണൽ മിനിസ്ട്രീസും ഗോഡ്സ് ഓൺ മിഷൻ അൺലിമിറ്റഡും സംയുക്തമായിട്ട്, വിശേഷിച്ച് ദിവീന മിസ്രിതിക്കൂർദിയ ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ നേതൃത്വത്തിലുള്ള ശുശ്രൂഷകൾക്ക് ഒരു കോർഡിനേഷൻ വഹിക്കുവാനുള്ള അനുഗ്രഹം ദൈവാത്മാവ് ഈ എളിയവന് നൽകുകയുണ്ടായി. അതിനോട് ചേർന്ന് വർഷങ്ങളായിട്ട് ദൈവകരുണ പ്രഘോഷിക്കുന്ന മറ്റൊരു ടീം ഗ്ലോബൽ ഡിവൈൻ മേഴ്സി ഫൗണ്ടേഷൻ, അവരും ആ കാലയളവിൽ തന്നെ ഞാനുമായിട്ട് കണ്ടുമുട്ടുകയും അവരുടെയും ഒരു ആത്മീയ നേതൃത്വത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ളൊരു കൃപ പരിശുദ്ധാത്മാവ് നൽകുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഈ 3 മിഷനും സംയുക്തമായിട്ടാണ് ഇത്രയും വലിയൊരു മഹാ തിരുനാളിൻ്റെ ഒരു വേദി ഒരുക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെ ഒരു വേദി ഇവിടെ ഒരുങ്ങുമ്പോൾ ഇതൊരു ചെറിയ ഇടവകയാണ്. 190 കുടുംബങ്ങളേ ഉള്ളൂ. 6-7 കിലോമീറ്ററുകൾ ചിതറിപ്പാർക്കുന്ന കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈശോയുടെ കരുണയുടെ തിരുനാൾ, ഈശോയുടെ തിരുഹൃദയത്തിന് നാമധേയത്തിലുള്ള ഈ ഇടവക അവർ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തു. ഒരു കുറവുമില്ലാതെ അവരെല്ലാം മറന്ന് കേരള സഭയെ മുഴുവനും നെഞ്ചിലേറ്റാൻ പാകത്തിന് ഈ പണിതീരാത്ത സ്റ്റേഡിയത്തെ ഈശോയുടെ മഹനീയ ദർശനത്തിനും മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായ അവിടുത്തെ കാൽവരയിലെ യാഗാർപ്പണത്തിനും ഒരുക്കി ഇടവകയിലെ വീടുകൾ വിട്ടുതന്ന് സർവസന്നാഹത്തോടുകൂടെ സഹകരിക്കുന്ന രീതിയിൽ ഈ തിരുനാൾ ഒരു അനുഗ്രഹമായി തീർന്നു. അതിനുള്ള യോഗ്യത എനിക്കോ നമുക്കാർക്കുമോ ഇല്ല. ദൈവം നമ്മളോട് എല്ലാവരോടും കരുണ കാണിക്കുന്നു. വിശുദ്ധ മരിയ ഫൗസ്റ്റിനയുടെ ഡയറിയിലെ ഒരു കാര്യം ഈശോ തന്നെ വെളിപ്പെടുത്തിയത്,
എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ആത്മാക്കൾക്ക് അവർ നഷ്ടപ്പെടുത്തിയാലും അധികം കൃപകൾ ഞാൻ നൽകുമെന്നാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്ക് ആണ് എൻ്റെ കരുണയിൽ ആശ്രയിക്കുവാൻ ഏറ്റവും കൂടുതൽ അവകാശം. അതുകൊണ്ടായിരിക്കണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇപ്പോൾ നിൽക്കുന്നത്. ഈശോയുടെ കരുണയുടെ സന്ദേശത്തിൻ്റെ കാതൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്ക് ഏറ്റവും വലിയ വിശുദ്ധനാകുവാൻ എൻ്റെ കരുണയിൽ ആശ്രയിച്ചാൽ മാത്രം മതിയെന്നാണ്. ഈശോയുടെ കരുണയിൽ നിരന്തരം ആശ്രയിക്കുന്ന എത്ര വലിയ പാപിയായ മനുഷ്യനാണെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ പരിപൂർണതയിലേക്ക് വളരുവാൻ സാധിക്കും. ആയതിലേക്ക് ഈശോ കരുണയുടെ തിരുനാളിലൂടെയും എല്ലാ ദിവസവുമുള്ള 3 നേരത്തെ കരുണയുടെ തിരുമണിക്കൂർ ആചരണത്തിലൂടെയും ദൈവകരുണയുടെ ഛായാചിത്ര വണക്കത്തിലൂടെയും ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നുവെന്നുള്ള അത്ഭുതകരമായ ഈശോ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള പ്രാർത്ഥനയിലൂടെയും ഓ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാനെങ്കിൽ ശരണപ്പെടുന്നുവെന്നുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഈശോ അനുവദിച്ച പ്രാർത്ഥനയിലൂടെയും ഏറ്റവും സവിശേഷമായി ദൈവകരുണയുടെ തിരുനാൾ ആഘോഷത്തിലൂടെയും ഈശോ തൻ്റെ കരുണയുടെ സാഗരത്തിലേക്ക് മനുഷ്യകുലത്തെ മുഴുവനും മാടി വിളിക്കുകയാണ്. മനുഷ്യകുലത്തിന് രക്ഷയുടെ അവസാന പ്രതീക്ഷയായി ഞാൻ കരുണയുടെ തിരുനാൾ അനുവദിക്കുന്നുവെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. അത് പുതുഞാറാകുമ്പോൾ തോമാസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തോട് ചേർന്ന് ഏറ്റവും അർത്ഥപൂർണമായി പോകുന്ന ഒരു തിരുനാൾ ആഘോഷമാണ്. തോമാസ് ലീഹായ്ക്കാണല്ലോ ഈശോ തൻ്റെ കുത്തിത്തുറക്കപ്പെട്ട തിരുവിലാവ് കരങ്ങളിലെ ആണിപ്പഴുതുകളും കാണിച്ചു കൊടുത്തുകൊണ്ട് തോമാ വാ എൻ്റെ കരങ്ങൾ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിശ്വാസിയായ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ തിരുഹൃദയ സ്നേഹത്തിൻ്റെ അഗ്നിയിലേക്ക് തോമാസ് ലീഹായെ ഈശോ സ്നേഹത്തോടെ ക്ഷണിച്ചപ്പോൾ തോമാസ് ലീഹ ഉദ്ഘോഷിച്ചു, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. അതുപോലെ ഈശോയുടെ കരുണയുടെ സാഗരത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ആത്മാവിനും ഭയാശങ്കകളില്ലാതെ യേശുവിനെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഏകരക്ഷകനും ഏക സത്യദൈവവുമായി പ്രഘോഷിക്കുവാനുള്ള അത്ഭുതകരമായ കൃപയുടെ അഭിഷേകം ഈശോയുടെ കരുണ വഴി ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഇന്നലെ രാത്രി ദൈവകരുണയുടെ മഹനീയ ദർശനം നടന്നു. അതിൻ്റെ പശ്ചാത്തലം എന്താണ്? ഈശോയെ തിരുനാളിനെ പറ്റി പറയുന്നത് ദൈവകരുണയുടെ തിരുനാൾ ദിവസം 24 മണിക്കൂർ സ്വർഗത്തിൻ്റെ വാതിലുകൾ മനുഷ്യകുലത്തിൻ്റെ മേൽ തുറന്നിടുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ 24 മണിക്കൂർ ആരംഭിക്കുന്നത് ഇന്ന് വെളുപ്പിന് 12 മണിക്കാണ്. അപ്പോഴാണ് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്നത്. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന ആദ്യ നിമിഷങ്ങളിൽ ആദ്യ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഈ ദേശത്തെ യുവജനങ്ങൾ ഈശോയുടെ മുമ്പിൽ കാത്തു നിൽക്കണമെന്നുള്ള ഒരാത്മീയ പ്രചോദനത്തിലാണ് ഇന്നലെ രാത്രി 1000-ഓളം വരുന്ന യുവജനങ്ങൾ ഈശോയുടെ കരുണയ്ക്കായി കാത്തു നിൽക്കുന്ന വേളയിൽ ഈ ദൈവകരുണയുടെ മഹനീയ ദർശനം നടന്നു. ആലപ്പുഴ രൂപതയുടെ വികാരി ജനറൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് അർപ്പിച്ച ബലിയിൽ അവർ പങ്കെടുത്തു. അവർക്ക് അതിനു മുമ്പ് കുമ്പസാരത്തിനുള്ള അവസരമുണ്ടായിരുന്നു. അവർ കുർബാന സ്വീകരിച്ചു. ഈശോയുടെ മഹനീയ ദർശനം അവർ ആസ്വദിച്ചു. അവർ മുഴുവനും മാനസാന്തരപ്പെട്ടെന്നൊന്നും പറയുന്നില്ല, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു ദൈവസ്പർശം ഉണ്ടായി. മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ഒരു ക്ഷമയും ദൈവത്തെ കാത്തിരിക്കുവാനുള്ളൊരു കണ്ണും അവർക്ക് ഉണ്ടായി. ഇന്ന് ദൈവകരുണയുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടവരുടെ ശുശ്രൂഷയാണ് ഇന്നിവിടെ കാലത്ത് നടന്നത്. ഈ 3 മിനിസ്ട്രിയിൽ നിന്നുമുള്ള ദൈവകരുണയെ ആഴത്തിൽ അനുഭവിച്ചു തുടങ്ങുന്ന വിശ്വാസികൾ മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഈശോയുടെ കരുണയിൽ നിരന്തരം ആശ്രയിച്ച് വിശുദ്ധിയിൽ വളർന്നു കൊള്ളാം എന്ന ഈശോയുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. അതൊരു പുതിയ ഉടമ്പടിയൊന്നുമല്ല, ജ്ഞാനസ്നാന ഉടമ്പടിയാണത്. ജ്ഞാനസ്നാന ഉടമ്പടിയിൽ നമ്മൾ അങ്ങനെയാണല്ലോ, പാപം ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയുള്ള ദൈവകരുണയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരു വ്യക്തി ഇനി പാപം ചെയ്യാതെ ജീവിക്കും. ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് കുറവുകൾ സംഭവിക്കുന്നത് കരുണാമയനായ ദൈവം മനസ്സിലാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു 2ാമത്തെ മാമോദീസ എന്ന് വേണമെങ്കിൽ പറയാം, ദൈവകരുണയുടെ തിരുനാൾ. ഈശോ പറയുന്നു,
എൻ്റെ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം മനുഷ്യകുല സമാധാനം അനുഭവിക്കുകയില്ല. ഒരു രണ്ടാം വരവിൻ്റെ പ്രതീക്ഷയിലാണ് നമ്മൾ. അതെപ്പോഴാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ദൈവപുത്രന് പോലും അറിഞ്ഞുകൂടെന്നാണ് വചനം പറയുന്നത്. എങ്കിലും കരുണയുടെ അവസാന മണിക്കൂറുകളിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതെന്ന് പലയിടങ്ങളിൽ നിന്ന് നമ്മൾ ശ്രവിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ ഈശോ പറഞ്ഞ വാക്കുകൾ പ്രസക്തമാണ്. നീതിയുടെ വിധിയാളനായി ഞാൻ വരുന്നതിനേക്കാളും മുമ്പേ കരുണയുടെ രാജാവായി ഞാൻ വരുന്നു. എൻ്റെ കരുണയുടെ കരങ്ങളിലൂടെ രക്ഷപ്പെടുവാൻ വിസമ്മതിക്കുന്നവരെ എൻ്റെ നീതിയുടെ കരങ്ങൾ പിടികൂടും. അതുകൊണ്ട് ഈ കരുണയുടെ അവസാന മണിക്കൂറുകളിൽ ദൈവം തൻ്റെ പുത്രൻ വഴി പരിശുദ്ധാത്മാവിലൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസഹായത്താൽ വിശുദ്ധരുടെയും മലാഹമാരുടെ മധ്യസഹായത്താലും നമുക്ക് അനുവദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആഴമളക്കുവാനാകാത്ത ഈ അനന്ത കരുണയുടെ തിരുനാളിൽ പങ്കെടുത്ത് വരും വർഷങ്ങളിൽ എല്ലാ ആത്മാക്കളും രക്ഷപ്പെടുവാനുള്ള വാതിലുകൾ കേരള സഭയിൽ മാത്രമല്ല ലോകം മുഴുവനും തുറക്കപ്പെടട്ടെ എന്ന് യേശുനാമത്തിൽ പ്രത്യാശിച്ചുകൊണ്ട് ദൈവകരുണയുടെ തിരുനാൾ എല്ലാവർക്കും യേശുനാമത്തിൽ നേർന്നു.